വികസനം എന്ന് പറഞ്ഞ രീതിയിൽ കോൺഗ്രസ് ഇവിടുന്ന് ഹൈബീഡനാണ് ജയിച്ചു പോയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടെ പ്രത്യേകിച്ചൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഹൈബീഡൻ അങ്ങോട്ട് പോയിട്ട് എന്നാ ചെയ്യാനാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. പ്രത്യേകിച്ച് അങ്ങനെ വലിയ വികസനങ്ങളൊന്നും ഇവിടെ കണ്ടിട്ടുമില്ല നമ്മൾ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഇതിൽ ഇവിടെ പിന്നെ ഇടതുപക്ഷം ഇവിടെ നിൽക്കുന്നത് ആരെയോ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ആർക്കും അറിയാൻ പാടാത്തൊരു ഒരു വ്യക്തിയാണത്. അവരെന്തോ ഒരു ബലിയാടാക്കാൻ വേണ്ടി നിർത്തിയായിരിക്കാൻ തോന്നുന്നു. അങ്ങനെ തോന്നുന്നു. അവരുടെ പ്രവർത്തനമൊക്കെ അങ്ങനെ തന്നെയാണ്. എറണാകുളം മണ്ഡലത്തിലെ വികസനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ എന്താണ് വികസനം ഉണ്ടായത്. ഈ 5 വർഷക്കാലം എന്ത് വികസനമാണ് ഈ എറണാകുളം മണ്ഡലത്തിലുണ്ടായത്? വെള്ളപ്പൊക്കം വന്നു. ഇവിടെ എന്താണ് എന്തെങ്കിലും സഹായം ആരെങ്കിലും ചെയ്തു തന്നു? നമ്മൾ ഓരോരോ പാർട്ടിക്കാരെ ആരെയും നോക്കണ്ട. നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും സമീപിക്കാൻ പറ്റാവുന്ന ഒരു MP-യോ ആരെയും നമ്മൾ കാണുന്നില്ല. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ് സർക്കാർ ആശുപത്രി, തൃപ്പൂണിത്തുറയിൽ തന്നെ സർക്കാർ ആശുപത്രി ഉണ്ട്. ഞാനിവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണ്. നമുക്ക് ധൈര്യപൂർവ്വം ഒരാളോട് അവിടെ പോയി ചികിത്സിക്കാം, നിങ്ങൾക്ക് പല്ലുവേദന ഉണ്ടെങ്കിൽ അവിടെ പൊക്കോളൂ, ഡോക്ടർ ഉണ്ടാവും എന്ന് പറഞ്ഞ് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടർ ഉണ്ടാവും. ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറഞ്ഞാൽ എക്സ്റേ വിഭാഗം പൂട്ടിയിട്ടുണ്ടാവും, എക്സ്റേ ഡിപ്പാർട്ട്മെൻറ്റിൽ ആളുണ്ടാവില്ല. എന്നാൽ ഒരു സർജറി വേണം, അപ്പോൾ സർജൻ ഉണ്ടാവില്ല. ഇങ്ങനെ എല്ലാ സ്ഥലത്ത് പോയാലും ഗവൺമെൻറ് ആശുപത്രിയിൽ ഒരു മരുന്നും ഇന്ന് വരെ മേടിക്കാൻ ജനങ്ങൾക്ക് പറ്റുന്നില്ല. തീർച്ചയായിട്ടും സർക്കാർ ആശുപത്രികൾ നമ്മുടെ മുമ്പിൽ കണ്ണു തുറക്കുന്നില്ല. ഈ രണ്ട് മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും ഒരു വികസനം എന്നുള്ള രീതിയിൽ എറണാകുളം ജില്ലയിൽ കാണാനില്ല. കുറച്ച് ഫ്ലാറ്റുകളും സമുച്ചയങ്ങളും കുറേ സ്ഥാപനങ്ങളും ഉയർന്നല്ലാതെ ഒരു ജില്ലയ്ക്ക് വേണ്ട വികസനങ്ങൾ MP-യുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ തൃപ്പൂണിത്തുറക്കാരനാണ്. ഈ മണ്ഡലത്തിൽ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തൃപ്പൂണിത്തുറയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഈ MP രണ്ട് മുന്നണികളും ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. തൃപ്പൂണിത്തുറയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ആഘോഷം വന്നാൽ പോലും തൃപ്പൂണിത്തുറ വലിയ രീതിയിൽ ബ്ലോക്ക് ആകുന്ന ഒരു അവസ്ഥയാണ്. ഞാനൊരു ഡ്രൈവർ എന്ന നിലയ്ക്ക് തന്നെ പറയുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 30-35 വർഷമായിട്ടാണ് ഈ വൈക്കം റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയാവസ്ഥയാണ്. വളരെ ചെറിയ ഇടുങ്ങിയ റോഡുകളാണ്, എപ്പോഴും ബ്ലോക്കും കാര്യങ്ങളാണ് വരുന്നത്. ഈ മണ്ഡലത്തിൽ ഇപ്രാവശ്യം BJPയുടെ പ്രസക്തി വളരെ കൂടിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു സഹകരണം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ KS രാധാകൃഷ്ണൻ തന്നെ ജയിക്കണം. സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥിയാണ്. Indian Institute of Commerce Lakshya presents Jana Shabdam in association with Amrit Veni. Learn commerce professional courses only from Indian Institute of Commerce Lakshya. Amrit Veni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.